എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് അഡ്വാൻസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് 10-ലുള്ളതാണ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇഫ് പി ആൻഡ് ക്യൂ ആർ പ്രൈംസ് ദെൻ HCF ഓഫ് പി ക്യൂ വിൽ ബി എന്താണ്? പ്രൈം ആണ് വെച്ചെങ്കിൽ HCF എന്തായാലും 1 ആയിരിക്കും. അപ്പം അത് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ കുറച്ചൊരു ഫസ്റ്റ് നമുക്ക് കിട്ടണതാവണം എന്നുള്ള ഒരു ഇത് കാരണം നമ്മൾ അത് ഇട്ടതാണ്. ഫസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് HCF ഓഫ് 306 1314 ഈക്വൽ ടു 18 ദെൻ LCM ഓഫ് 306 1314 ഈസ്. നമുക്കറിയാം രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് അതിന്റെ HCF ഇൻറ്റു LCM ആണെന്ന് അല്ലെ. ആ രണ്ട് സംഖ്യകളുടെ HCF ഇൻറ്റു LCM ആണ്. അപ്പൊ രണ്ട് സംഖ്യകൾ ഏതൊക്കെയാ തന്നിരിക്കണേ? 306-ഉം 1314. അതെന്ന് പറയുന്നത് HCF എത്രയാ തന്നത്? 18 ഇൻറ്റു LCM. അപ്പൊ ഇവിടുന്ന് LCM നമുക്ക് എഴുതിക്കൂടെ? LCM എങ്ങനെയാണ് എഴുതുക? 306 ഇൻറ്റു 1314 ബൈ 18. അപ്പൊ എത്രയാണ് ആൻസർ വരാൻ നോക്കൂ. ഇവിടെ 9 2 18. ഇവിടെ ആവുമ്പോൾ 2 2 I 2 10 3 2 6. ഇനി 153-ല് 9 പോയില്ലേ? എത്ര പോവും? 9 9. പിന്നെ 7 73-ല് 9 7 63. 1314 ഇൻറ്റു 10 + 7 അല്ലെ. 17-ന് 10 + 7 എന്ന് എഴുതുക. അപ്പൊ 1340 പ്ലസ് ഇനി 7 4 28 2 1 7 7 2 9 3 7 21 2 1 7 7 2 9 8 3 3 22 338. ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് പി ആൻഡ് ക്യൂ ആർ co-primes numbers then p square and q square are. പിയും ക്യൂവും കോപ്രൈം ആണ് വെച്ചെങ്കിൽ അവരുടെ സ്ക്വയറും എന്താവും? കോമൺ ഫാക്ടർ ഒന്നും ഉണ്ടാവില്ല. അവരുടെ സ്ക്വയറിനും കോമൺ ഫാക്ടർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്താണ്? കോപ്രൈം ആയിരിക്കും. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈം ഫാക്ടർ ഓഫ് 3825? എങ്ങനെയാണ് ഇത്? 3 ഫാക്ടർ ആണോ എന്ന് നമ്മൾ എങ്ങനെയാ നോക്കുക? ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി അല്ലെ. 5 2 7 7 3 10 18. 18 3-ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇത് ഒരു ഫാക്ടർ ആണ്. 5 നോക്കൂ, 5 ഇതിൽ പോവും. കാരണം 1's പ്ലേസ് 5 ആയിണ്ട് വെച്ചെങ്കിൽ നമുക്ക് ഇത് ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റും. 11 പോവോ നോക്കൂ. 11 3 33. 52-ല് 11 4 44. 85-ല് എത്ര പോവും? 85 എന്ന് പറയുമ്പോൾ 77 പോവുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഇതൊരു ഫാക്ടർ അല്ല. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് പി ഈസ് പ്രൈം ദെൻ HCF ആൻഡ് LCM ഓഫ് പി ആൻഡ് p + 1 വുഡ് ബി. എങ്ങനെയാണ് ചെയ്യുക? അതായത് പി ഒരു പ്രൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ p + 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനും കോമൺ ഫാക്ടർ ഒന്നും ഉണ്ടാവില്ല. അതായത് 1 ഒഴികെ വേറെ കോമൺ ഫാക്ടർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ HCF എന്താവും? 1 ആവും. പിന്നെ എന്താണ്? LCM എന്താവും? അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് ആവും. കാരണം കോപ്രൈം ആവുമ്പോ നമുക്ക് LCM എന്ത് വരും? ഇതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരും. p × p + 1. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. After how many places the decimal form of 125 divided by 2⁴ into 5⁴ will terminate? അതായത് ഇവിടെ 2⁴ ഉണ്ട് വെച്ചെങ്കിൽ ഇതിനും 5⁴ ആക്കിയാൽ
നമുക്ക് എന്ത് വരും? 2 into 5 10, 10⁻⁴ ആക്കാം. അപ്പൊ ഇതിനെ ഇൻറ്റു 5 ചെയ്താൽ മതി. ഇവിടെ താഴെയും മുകളിലും ഒരേപോലെ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വരും? 2⁴ ഇൻറ്റു 5⁴ എന്ന് വരും. അപ്പൊ ഇതിനെ നമുക്ക് എന്താ എഴുതാം? a⁻m ഇൻറ്റു b⁻m ആണ് വെച്ചെങ്കിൽ ab⁻m എന്ന് എഴുതിയൂടെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 into 5 10, 10⁻⁴ എന്ന് എഴുതിയൂടെ? 10⁻⁴ എത്രയാണ്? 1 കഴിഞ്ഞിട്ട് 4 സീറോസ് അല്ലെ? അപ്പൊ എപ്പോഴാണ് ടെർമിനേറ്റ് ചെയ്യുക? ഈ 4 പ്ലേസ് കഴിഞ്ഞാലാണ് ടെർമിനേറ്റ് ചെയ്യുക. അപ്പൊ എന്താണ് ആൻസർ? 4 places എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. n² - 1 is divisible by 8 if n is n² - 1 8 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ അപ്പൊ നമുക്ക് n ഒരു ഓഡ് ഇൻറ്റിജർ ആണ് വെച്ചെങ്കിൽ നോക്കാം. n ഒരു ഓഡ് ഇൻറ്റിജർ ആണ് വെച്ചെങ്കിൽ n നെ എങ്ങനെ എഴുതാം? 2m - 1 എന്ന് എഴുതിയൂടെ? n നെ 2m - 1 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് n² - 1 എങ്ങനെ എഴുതാം? 2m - 1 ഹോൾ സ്ക്വയർ മൈനസ് 1 എന്ന് എഴുതാം. അപ്പൊ എന്താവും? 4m² - 4m + 1 - 1 എന്ന് വരും. അതായത് 4 into m² - m എന്ന് വരും അല്ലേ? 4 into m² - m എന്ന്, അതായത് 4m into m - 1. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതായത് m into m - 1 എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ ഏത് ഫോമിലാവും? 4 into 2t എന്നുള്ള ഫോമിലാവും. അതായത് ഒരു ഇൻറ്റിജർ t ആണ് വെച്ചെങ്കിൽ ഇത് ഈവൺ നമ്പർ ആയിട്ട് വരും, m into m - 1 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 4 into 2t, അതായത് 8t ഫോമിലാവും. അപ്പോൾ ഏതുകൊണ്ട് ഡിവിസിബിൾ ആവും? ഇത് 8 കൊണ്ട് ഡിവിസിബിൾ ആവും. അപ്പൊ നമ്മൾ എന്തെന്നാ എടുത്തത്? n എന്ന് പറയുന്നത് ഒരു ഓഡ് ഇൻറ്റിജർ എന്ന് എടുത്തു. അപ്പൊ സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. "144 cartons of orange juice and 90 cartons of apple juice are to be stacked in a canteen. If each stack is of the same height and if it contains cartons of the same drink, what would be the greatest number of cartons each stack would have?" എന്താണ് അവർ ചോദിച്ചിരിക്കുന്നത്? ഇതിൽ നമുക്ക് ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് കാർട്ടൺ ഇൻ ഈച്ച് സ്റ്റാക്ക് ആണ് കാണേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കാണണം? അതിന്റെ HCF കാണണം. HCF ഓഫ് ഏതൊക്കെ നമ്പേഴ്സിന്റെ? 144ഉം 90യും അല്ലേ? 144 90. അപ്പൊ 144 നമുക്കറിയാം 12 into 12 ആണ് 144 അല്ലെ? 12നെ നമുക്ക് എന്താ എഴുതാം? 4 into 3 എന്ന് എഴുതാം. അതായത് 2² into 3. ഇവിടെയും 2² into 3. അപ്പൊ ഏത് വരും? 2⁴ into 3² എന്ന് വരും 144ന്. ഇനി 90നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 45 ആണ് അല്ലെ? 9 into 5, അതായത് 2 into 3² into 5. അപ്പൊ നമുക്ക് ഇതിന്റെ HCF എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളതാണ് എടുക്കേണ്ടത് അല്ലെ? അപ്പൊ 2 ഉണ്ട് രണ്ടിലും കോമൺ ആയിട്ട്, ഒരു 2 ഉള്ളൂ. കാരണം ഇവിടെ 2⁴ ഉണ്ട് വെച്ചെങ്കിലും ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കോമൺ ആയിട്ടുള്ളത് ഒരു 2 എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലോ 3² ഉണ്ട്. അപ്പൊ 2 into 3² എത്രയാണ്? 18. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. There is a circular path around a sports field. Priya takes 21 minutes to drive one round of the field, while Ravish takes 28 minutes for the same. Suppose they both started at the same point and at the same time and go in the same direction.
After how many minutes will they meet again at the starting point? അപ്പൊ നമുക്ക് രണ്ടാളും എപ്പോഴാണ് കൂട്ടിമുട്ടുക എന്നാണ് നമുക്ക് അറിയേണ്ടത് അല്ലെ, ഒരേപോലെ ആവും. അപ്പൊ റിക്വയർഡ് നമ്പർ ഓഫ് മിനിറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? LCM എടുക്കണം. LCM ഓഫ് 21 and 28. അപ്പൊ 21 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 into 7 ആണ്. ഇത് 4 into 7 ആണ്. അപ്പൊ LCM ഏതായിട്ട് വരും? LCM വരുമ്പോ 3 ഇവിടുന്ന് എന്ത് എഴുതാം? 4 എടുക്കുക, പിന്നെ ഒരു 7 ആണുള്ളൂ അല്ലെ. അതായത് എല്ലാത്തിലും കൂടുതലുള്ളത്, ഏറ്റവും കൂടുതൽ പവർ ഉള്ളതാണ് നമ്മൾ എടുക്കുക. 3ന്റെ പവർ ഏറ്റവും കൂടുതലുള്ളത് 3^1 ആണ്. അപ്പൊ 3 എടുത്തു. 4^1 4 എടുത്തു. 7ല് 7^1 ആണ് രണ്ടിലും ഉള്ളത്. അപ്പൊ ഒരു 7 നമ്മൾ എടുക്കുള്ളൂ. അപ്പൊ 3 4 12 17 84. ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ് x, y, z respectively in the following factor tree. ഫാക്ടർ ട്രീ വരുമ്പോൾ 17 2 17 2 എത്രയാണ്? 34 അല്ലെ. 34 ആണ്. അപ്പൊ ഇവിടെ വരിക 34 2 അത് എത്രയാണ് വരിക? 68. 68 2 എത്രയാണ് വരിക? 2 16, ബാക്കി 1 136. അപ്പൊ ഏതൊക്കെയാണ്? XYZ 136, 68, 34. ഏതാണ് ആൻസർ? നോക്കൂ, സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് 2.4178 ബാർ ഇൻ ദ ഫോം ഓഫ് P/Q. എങ്ങനെയാണ് നമ്മൾ എഴുതുക? അതായത് 2.4178, അതായത് 178നാണ് ബാർ തന്നേക്കണേ അല്ലെ. അപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2.4178 178, പിന്നെ റിപ്പീറ്റ് ചെയ്യാണ് 178 എക്സെട്ര. അപ്പൊ നമുക്ക് ഇത് എന്തെഴുതാം? റിപ്പീറ്റ് ചെയ്യണത് വരെയുള്ളത് ആദ്യം നോക്കാം. അപ്പൊ ഒരു 10x ചെയ്യണം അല്ലെ. 10x ഈക്വൽ ടു 24.178 178 എക്സെട്ര. അപ്പൊ ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്യണത് 3 സ്ഥാനാണ് അല്ലെ. അപ്പൊ നമുക്ക് 3 0 ഉള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താണ്? 100 3 0 എന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 10,000 എന്ന് വരും. 10,000 x ഈക്വൽ ടു എന്തെന്ന് വരും? 24.178 178 എക്സെട്ര. ഇത് ഇനി ഇത് സെക്കൻഡ് ഇക്വേഷൻ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഈ സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് വരും നോക്കൂ. അതായത് സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്താൽ നമുക്ക് 10,000 മൈനസ് 10, അതായത് 9,990 അല്ലെ. എക്സ് ഈക്വൽ ടു ഇത് എത്രയാണ് വരിക? 24 1, പിന്നെ 24 മൈനസ് ചെയ്താൽ എന്ത് വരും? 4, ഇവിടെ 5, 24 154. അപ്പൊ നമുക്ക് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഈക്വൽ ടു 24 154 ഡിവൈഡഡ് ബൈ 9,990. അപ്പൊ ഇതില് 3 പോവും അല്ലെ. അപ്പൊ 3 അല്ല, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 2 കളയാം. 2 ആവുമ്പോ എത്ര വരും നോക്കൂ. 4 2s are 8. 19ല് എന്ത് വരും? 9 2s are 18, പിന്നെയും 19, 9 2s are 18, പിന്നെ 5 വരും. ഇവിടെ എന്താവും? 1 2, പിന്നെ 0 7 7. 12077 ഡിവൈഡഡ് ബൈ 4995. ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നോക്കൂ.
അപ്പൊ എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂസ് ഓഫ് 1.34 bar plus 4.12 bar is. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം 1.34 പ്ലസ് 4.12 ആഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിനും നമ്മൾ ഏതാക്കണം, നമ്മൾ ഫ്രാക്ഷൻ ആക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ നമുക്ക് 1.3434 എക്സിട്ര ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് ഈക്വൽ ടു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ 10x ഈക്വൽ ടു 100x ഈക്വൽ ടു 134.3434 എക്സിട്ര. അപ്പൊ നമുക്ക് എന്താണ് 100x മൈനസ് എക്സ് 99x ഈക്വൽ ടു 133 എന്ന് കിട്ടും അല്ലേ. 134 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 133. പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് പറയാം, 133 ബൈ 99. അപ്പൊ ഇത് കിട്ടി. ഇനി 4.12 ബാർ അതെങ്ങനെയാണ് ചെയ്യുക, 4.1212 എക്സിട്ര ആണ്. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, 99x ഈക്വൽ ടു എന്തെന്ന് വരും, 412 മൈനസ് 4 എന്ന് വരും. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. 412 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 408 വരും. ഇതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, നോക്കാം. അതായത് ആദ്യം തന്നെ നമുക്ക് തന്നെ ചെയ്യാം. എക്സ് ഈക്വൽ ടു 4.1212 എക്സിട്ര ആണ്. അപ്പൊ നമുക്ക് എന്താ അറിയാം, 100x ഈക്വൽ ടു 412.1212 എക്സിട്ര. അപ്പൊ 99x ഈക്വൽ ടു 408. അപ്പൊ എക്സ് ഈക്വൽ ടു 408 ഡിവൈഡഡ് ബൈ 99. ഇതില് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്, 124 എന്നുള്ളത് 1 കഴിഞ്ഞിട്ട് 2ന്റെ ഭാഗത്ത് മാത്രമേ ബാറുള്ളൂ. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ നമുക്ക് അത് നോക്കാം. അപ്പൊ ഇവിടെ എന്ത് വരും, 4x ഈക്വൽ ടു 4.122 എക്സിട്ര ആണ്. അപ്പൊ 10x ഈക്വൽ ടു 41.222 എക്സിട്ര. അപ്പൊ ഇനി എന്താണ്, 100x ഈക്വൽ ടു 412.222 എക്സിട്ര. അപ്പൊ 100x നിന്ന് 10x മൈനസ് ചെയ്താൽ 90x ഈക്വൽ ടു എന്ത് വരും, 412 മൈനസ് 41. അത് എത്രയാണ്, 412 മൈനസ് 41 371. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് വരും, 371 ബൈ 90 എന്ന് വരും. ഇനി നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും, 371 ബൈ 90 പ്ലസ് 133 ബൈ 99. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താണ്, ഇതിന്റെ LCM എന്ത് വരും, 990 ആണ് LCM. അപ്പൊ നമുക്ക് ഇതെന്ത് വരും, 1330 അല്ലെ. ഇതിന് 0 കൊണ്ടാണ്, അപ്പൊ 1330 ഇവിടെ വരും. ഇനി 371 ഇൻറ്റു 371 ഇൻറ്റു എത്രയാണ് വരിക, 11 ആണ് വരിക അല്ലെ. അപ്പൊ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു സൂത്രം നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. 3യും എഴുതുക, 1ഉം എഴുതുക. ഇനി ഇതിനെ രണ്ടിനും ആഡ് ചെയ്ത് എഴുതുക, 10. ഇതിനെ രണ്ടിനെ ആഡ് ചെയ്ത് എഴുതുക, 8. അപ്പൊ ഇവിടെ 2 സ്ഥാനം വരുമ്പോ ഇത് പിന്നത്തെ കൂടെ കൂട്ടണം. അപ്പൊ എന്താണ്, 4081 എന്നാണ് വരിക. അപ്പൊ 4081 പ്ലസ് 1330 ബൈ 990. അപ്പൊ
ഏതാണ് ആൻസർ നോക്കൂ. 1 1 4 പിന്നെന്താണ് 5 5 4 1 1 ഡിവൈഡഡ് ബൈ 990. ഏതാണ് ആൻസർ നോക്കൂ. ഡി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം ബാർ എവിടെയാണെന്ന്, അപ്പോഴേ നമുക്ക് ആൻസർ കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. For what least value of n where n is a natural number 5 raised to n is divisible by 3? 5 raised to n divisible by 3 ആവണമെങ്കിൽ നമുക്ക് എന്താണ് 5ന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയാൽ നമുക്ക് 3 കൊണ്ട് ഡിവിസിബിൾ ആവില്ല അല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാ, നോ വാല്യൂസ് ഓഫ് n പോസിബിൾ. അതായത് ഡി എന്നുള്ളതാണ് ഓപ്ഷൻ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a pair of co-prime? Co-prime എന്ന് പറഞ്ഞാൽ എന്താണ്, കോമൺ ആയിട്ട് അതിന് ഫാക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല അല്ലെ. അപ്പൊ ഇതിൽ നോക്കി നോക്കൂ, 14ഉം 35ഉം വരുമ്പോൾ 7 കോമൺ ഫാക്ടർ ആണ്. അപ്പൊ ഇതല്ല. 18ഉം 25ഉം വരുമ്പോൾ നമുക്ക് കോമൺ ഫാക്ടർ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇതാണെന്ന് പറയാൻ സാധിക്കും. അപ്പൊ ബി ആണ് അതിന്റെ ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The sum of 3 prime numbers is 100. One of them exceeds the other by 36. Find the largest number of them. അതായത് സം ഓഫ് ദ 3 പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്, സം ഓഫ് ദ 3 പ്രൈം നമ്പേഴ്സ് ഈവൺ ആവണമെങ്കിൽ വൺ ഓഫ് ദ നമ്പർ മസ്റ്റ് ബി 2 ആയിരിക്കണം അല്ലെ. എന്നാൽ മാത്രമേ ഈവൺ നമ്പർ വരുള്ളൂ. ദ സം ഓഫ് 3 പ്രൈം നമ്പേഴ്സ് ഈവൺ ആവണമെങ്കിൽ ഒരെണ്ണം 2 ആയിരിക്കണം. പിന്നെ പറയണത് സെക്കൻഡ് നമ്പർ എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എക്സും എക്സ് പ്ലസ് 36ഉം പിന്നെ 2ഉം ചേർന്ന 100 ആണെന്നാണ് നമുക്ക് പറഞ്ഞിരിക്കണേ. അപ്പൊ നമുക്ക് 2x ഈക്വൽ ടു എന്തെന്ന് വരും, 100 മൈനസ് 38. അത് എത്രയാണ് വരിക, 62. അപ്പൊ x ഈക്വൽ ടു എന്ത് വരും, 62 ഡിവൈഡഡ് ബൈ 2. അത് എത്രയാണ്, 31. അപ്പൊ ലാർജസ്റ്റ് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ലാർജസ്റ്റ് നമ്പർ ആണ് ചോദിച്ചിരിക്കണേ. അപ്പൊ നമുക്ക് എന്ത് വരും, എക്സ് 31 ആണ് വെച്ചെങ്കിൽ ലാർജസ്റ്റ് നമ്പർ ഏതാവും, എക്സ് പ്ലസ് 36 ആവും അല്ലെ. അപ്പൊ 31 പ്ലസ് 36 എത്രയാണ്, 67. അപ്പൊ ഏതാണ് ആൻസർ, സി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നമുക്ക് അറിയണം ഇത് സം ഓഫ് 3 പ്രൈം നമ്പേഴ്സ് 100 ആണ് വെച്ചെങ്കിൽ ഒരു നമ്പർ 2 ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈവൺ നമ്പർ കിട്ടുള്ളൂ. വൺ ഓഫ് ദം എക്സീഡ്സ് ദ അതർ ബൈ 36 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം എക്സ് ആണ് വെച്ചെങ്കിൽ രണ്ടാമത്തെ എക്സ് പ്ലസ് 36ഉം ആവണം. അപ്പൊ ഇത് എല്ലാം കൂടി കൂട്ടിയ 100ഉം ആവണം. അപ്പൊ നമുക്ക് ഇതിന്ന് എക്സ് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the least number which when divided by 12 leaves a remainder of 7, when divided by 15 leaves a remainder of 10, and when divided by 16 leaves a remainder of 11. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇത് പറയുമ്പോ 12 കൊണ്ട് ആവുമ്പോ റിമൈൻഡർ 7 ആവണം. അപ്പൊ 12 മൈനസ് 7 എന്ന് പറയുന്നത് 5 ആണ് അല്ലെ.
ഇനി 15 മൈനസ് 10 എന്ന് പറയുമ്പോഴും 5 ആണ്. 16 മൈനസ് 11 എന്ന് പറയുമ്പോഴും 5 ആണ്. ഒരേപോലെയാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്താ കാണണം? അതായത് ആദ്യം നമ്മൾ LCM കണ്ടുപിടിക്കണം. ഏതിന്റെ LCM ഓഫ് 12, 15, 16. എന്നിട്ട് അതിന്ന് 5 മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് 12, 15, 16ന്റെ LCM കാണുക എങ്ങനെയാണ്? ഇതാ 2 സ്ക്വയർ ഇൻറ്റു 3 ആണ്. ഇത് 3 ഇൻറ്റു 5 ആണ്. ഇതെന്താണ്? 2 റേസ് ടു 2 4 4 2 8 2 16 2 റേസ് ടു 4. അപ്പൊ LCM എന്ന് പറയുന്നത് എന്ത് വരും? 2ല് 2 റേസ് ടു 4 ആണ്. പിന്നെ ഒരു 3 പിന്നെ ഒരു 5. അപ്പൊ എന്താണ്? 16 ഇൻറ്റു 5 80, 80 ഇൻറ്റു 3 240. അപ്പൊ 240 ആണ് ഇതിന്റെ LCM. അതിന്ന് 5 മൈനസ് ചെയ്യുക, അതാണ് ആൻസർ. 235 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two numbers are in the ratio of 15:11. If their HCF is 13, then numbers will be. എങ്ങനെയാണ് നമ്മൾ നമ്പർ കണ്ടുപിടിക്കുക? അതായത് 15x-ഉം 11x-ഉം ആണ്. അതായത് 15:11 ആയ കാരണം x 15x-ഉം ആണ് 11x-ഉം ആണ് നമ്പേഴ്സ് എന്ന് വിചാരിച്ച നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? HCF 13 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ എക്സ് എന്തായിരിക്കും? 13 ആയിരിക്കും. കാരണം രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 13 ആണ്. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 15 ഇൻറ്റു 13ഉം 11 ഇൻറ്റു 13ഉം ആയിരിക്കും. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ്? 15 ഇൻറ്റു 13 എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 10 പ്ലസ് 3, അതായത് 150 പ്ലസ് 45, അതായത് 195 ആണ് 1. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി അല്ലെ? എ എന്നുള്ളതാണെന്ന്. ഇനി നമുക്ക് ഒന്നും കൂടി 11 ഇൻറ്റു 13 ഇൻറ്റു 11 കാണാൻ വേണ്ടി 1 എഴുതുക, 3 എഴുതുക, 1ഉം 3ഉം കൂട്ടി എഴുതുക, 143. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a rational number? ഏതാണ് റാഷണൽ നമ്പർ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? സം ഓഫ് 2 പ്ലസ് √3 ആൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ്. 2 പ്ലസ് √3യുടെ ഇൻവേഴ്സ് എങ്ങനെയാണ് കാണുക? 2 പ്ലസ്, അതായത് 1/2 പ്ലസ് √3, 1/2 പ്ലസ് √3 ഇൻറ്റു 2 മൈനസ് √3 ബൈ 2 മൈനസ് √3 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? 2 മൈനസ് √3 ഡിവൈഡഡ് ബൈ ഇതെന്ത് വരും? 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പൊ 2 മൈനസ് √3. ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 2 പ്ലസ് √3 പ്ലസ് 2 മൈനസ് √3, അത് എത്രയാണ് വരിക? 4 ആണ് വരിക. 4 ഒരു റാഷണൽ നമ്പർ ആണ്. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. മറ്റേത് നോക്കൂ. സ്ക്വയർ റൂട്ട് 18 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 ഇൻറ്റു 2 ആണ്. അപ്പൊ 3√2 എന്ന് വരും അല്ലേ? അപ്പൊ അത് ഒരു ഇറാഷണൽ നമ്പർ ആണ്. പിന്നെ സ്ക്വയർ റൂട്ട് ഓഫ് 7 പ്ലസ് 4√3 എന്ന് പറയുമ്പോഴും അത് ചെയ്തു നോക്കിയാൽ കാണാം, അത് നമുക്ക് ഒരു ഇറാഷണൽ നമ്പർ ആയിട്ടാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is or are true? Product of two irrational numbers is always irrational number. The sum of two irrational numbers is always irrational number. Sum of a rational and irrational number is always irrational number. None of these. ഇതിലെ ഏതാണ് ആൻസർ ആയിട്ട് വരിക? സം ഓഫ് എ റാഷണൽ ആൻഡ് ആൻ ഇറാഷണൽ നമ്പേഴ്സ് ഈസ് ഓൾവേസ് ഇറാഷണൽ പറയണതാണ് നമുക്ക്
കറക്റ്റ് ആയിട്ട് വരിക. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3 farmers have 490 kilogram, 588 kilogram and 882 kilogram weights of wheat respectively. Find the maximum capacity of a bag so that the wheat can be packed in exact number of bags. അപ്പൊ നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ HCF ഓഫ് എന്തൊക്കെ? 490, 588, 882 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 490നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 490നെ പ്രൈം ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? 2 ഉണ്ട്. ഇവിടെ എന്താ വരും? 4 2 8, 245, 5 പോവും, 49, 7 sevens are 49. അപ്പോൾ 490നെ നമുക്ക് എന്താ എഴുതാം? 2 × 5 × 7 സ്ക്വയർ എന്ന് എഴുതാം. ഇനി 588നെ എന്താ എഴുതാം? 588നെ നമുക്ക് എങ്ങനെ ചെയ്യാം? 588 ഡിവൈഡഡ് ബൈ 2. 294 വരും. 2 1 4 2s are 8 7 147 വന്നു. ഇനി ഏത് പോവും? 147. ആ 3 പോവും. 4 3s are 12. 27ലെ 9 3s are 27. 7 7. അപ്പൊ നമുക്ക് ഇതിനെ എന്താ എഴുതാം? 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 7 സ്ക്വയർ എന്ന് എഴുതാം. ഇനി 882നെ എന്താ എഴുതാം? കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണു. 490നെ നമ്മൾ എന്ത് എഴുതി? 490 ഈക്വൽ ടു 2 ഇൻറ്റു 5 ഇൻറ്റു 7 സ്ക്വയർ. ഇനി 588നെ നമ്മൾ എന്ത് എഴുതി? 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 7 സ്ക്വയർ. ഇനി നമുക്ക് ഒരെണ്ണം കൂടി കണ്ടുപിടിക്കാണ്ട് 882 ഈക്വൽ ടു, ഇവിടെ ഞാനൊന്ന് ഇറേസ് ചെയ്യണ്ടേ, 882 2 4 4 1 4 4 4 1. അപ്പൊ എന്ത് വരും? 4 4 8 1 9. 3 പോവും. 1 3s are 3. 14ലെ 4 3s are 12. 21ലെ 7 3s are 21. ഇനി എന്ത് പോവും? 4 12. ഇതിലും ഇനിയും 3 പോവും. 4 3s are 12. 27ലെ 9 3s are 27. 7 7. അപ്പൊ എന്ത് വരും? 882 എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ. ഇനി നമുക്ക് HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോമൺ ആയിട്ടുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ ഒരു 2 ആണ് കോമൺ ആയിട്ടുള്ളത്. പിന്നെ 3 ഉണ്ടോ? ഇല്ല, ഇതിൽ 3 ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. 5 എല്ലാത്തിലും ഇല്ല. പിന്നെ 7 സ്ക്വയറേ ഉള്ളൂ. അപ്പോൾ 49 ഇൻറ്റു 2, 49 ഇൻറ്റു 2 അതായത് 98. ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.